ഹലോ. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ എന്താണ്, ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, സവോള, പച്ചമുളക്, അര തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. എന്നിട്ട് ഇതെല്ലാം കൂടെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിന് ഒരു ക്യാരറ്റ്, പിന്നെ അര തക്കാളി, ഒരു ചെറിയൊരു മീഡിയം സൈസ് സവോള, ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക്. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. ഇത് വെന്ത് വരുമ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഇതൊന്ന് തവിയും കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തിട്ട് നമ്മളൊരു വേറൊരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ആ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ പറ്റിച്ച് എടുത്തതിന് ശേഷം എന്നിട്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഇച്ചിരി കട്ടി തേങ്ങാപ്പാൽ അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൂരി, ദോശ, ഇഡലി എല്ലാത്തിൻ്റെയും കൂടെയും അടിപൊളിയായിട്ട് പോകുന്നൊരു കറി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നല്ല ഗോതമ്പ് പുട്ടും ഈ കറിയും കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.